ഇനി ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്ത് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റെഫർ ചെയ്തിട്ട് അതിൽ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻകംസ് ഏതൊക്കെയാണ്, എക്സ്പെൻസസ് ഏതൊക്കെയാണെന്നുള്ളത്. അത് ഓരോന്നായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യമേ സബ്സ്ക്രിപ്ഷൻ 2024 സബ്സ്ക്രിപ്ഷൻ ഒരു 15,000 ഉണ്ട്. അതാണ് നമുക്ക് ആദ്യമേ ഈ ഇൻകത്തിൽ നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ സബ്സ്ക്രിപ്ഷനിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ, അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് 1200 തന്നിട്ടുണ്ട്. സോ എൻഡ് ഓഫ് ദ ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എൻഡ് ഓഫ് ദ ഡേയിൽ വരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 15,000 1200 ആഡ് ചെയ്യുക. ഇനി അതേപോലെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ലെഗസിയിൽ 50% ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെഗസിയുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 12,000 ആണ്. അപ്പോൾ 12,000 50% നമ്മൾ ബാലൻസ് ഷീറ്റിലും 50% ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലുമാണ് കാണിക്കേണ്ടത്. അപ്പോൾ ലെഗസി എന്ന് എഴുതുക. ലെഗസിയുടെ 12,000 50% ഒന്ന് കണ്ടുപിടിക്കുക. അതായത് 12,000 കറക്റ്റ് ഹാഫ്. ഇപ്പോൾ 6,000 എന്ന് പറയുന്നത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എൻട്രൻസ് ഫീയും 50% ക്യാപിറ്റലൈസ് ചെയ്യാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ എൻട്രൻസ് ഫീയുടെ 50% മാത്രമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ 8,000 50% 4,000 നമുക്ക് കിട്ടും. ഇനി അടുത്ത ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. റെസിപ്റ്റ്സിൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 2,000, അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അതേ. എക്സ്പെൻഡിച്ചറിൻ്റെ സൈഡിൽ ഓരോ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കുക. സാലറി എക്സ്പെൻസ് ആണ്. അപ്പോൾ സാലറിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അതേ എമൗണ്ട് എഴുതുക. പിന്നെ റെൻറ്റ് എക്സ്പെൻസസ് ആണ് അല്ലേ. റെൻറ്റിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ റെൻറ്റിൽ 2 എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഇയറിലെ എക്സ്പെൻസ് മാത്രം എഴുതുക. കറണ്ട് ഇയറിൽ 4,500 എന്നുള്ള എമൗണ്ട് മാത്രമേ എഴുതുക. ഇനി റെൻറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് നമ്മൾ എന്ത് ചെയ്യണം, അതിനോടൊപ്പം ആഡ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 600 ആണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുക. ഇനി പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. പിന്നെ പീരിയോഡിക്കൽസ് അതും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പ് കീപ്പ് ഓഫ് ഗ്രൗണ്ട് എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി അടുത്തത് ടൂർണമെൻറ്റ് എക്സ്പെൻസസിനും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അതേ എമൗണ്ട് തന്നെ എഴുതാവുന്നതാണ്. ഇനി ഈ ഒരു പ്രോബ്ലത്തിൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ് സെയിൽ ചെയ്തിട്ട് നമുക്കൊരു ലോസ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 2,000 റുപ്പീസ് കോസ്റ്റ് വരുന്ന ഒരു സ്പോർട്സ് എക്യുപ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു, 1,500 എൻ്റെ സെയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 500 രൂപ എന്ന് പറയുന്നത് എന്താണ്, ലോസ് ഓൺ സെയിലാണ്. ഓക്കെ, അപ്പോൾ ഒരു അസറ്റ് വിട്ടിട്ട് നമുക്ക് ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതും എക്സ്പെൻഡിച്ചറിൻ്റെ സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. സോ എക്സ്പെൻഡിച്ചറിൻ്റെ അണ്ടറിൽ ലോസ് ഓൺ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഈ 2,000 1,500 ലെസ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് കിട്ടുന്ന 500 എഴുതുക. നമുക്ക് ലാസ്റ്റായിട്ട് എഴുതാനുള്ളത് ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കാര്യം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഫർണിച്ചറിന്മേൽ 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂ നമുക്ക് ലെഡ്ജർ ബാലൻസസ് എന്ന് പറഞ്ഞിട്ട് ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റിൻ്റെ താഴെ തന്നിട്ടുണ്ട്. 18,000 10% ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. ഇനി അതുപോലെ തന്നെ സ്പോർട്സ് മെറ്റീരിയൽസിന് 2,000 റുപ്പീസാണ് ഡിപ്രീസിയേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ എഴുതുക. ഇനി എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്ത് നോക്കുക, സർപ്ലസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യുമ്പം 28,200 എന്ന് കിട്ടും. ഇൻകത്തിൽ നിന്നും എക്സ്പെൻസസ് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സർപ്ലസ് കിട്ടും, 5,300 എന്ന് സർപ്ലസ് കിട്ടും.